ചെയ്തിട്ടില്ല. غير أني لا أجد في نفسي لأحد من المسلمين غشا ولا أحسد أحدا على خير أعطاه الله إياه. ഞാൻ ഒരു പ്രത്യേകിച്ച് അമലുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങളെല്ലാവരും ചെയ്യുന്ന അമലേ ഞാനും ചെയ്യുന്നുള്ളൂ. പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാൻ കാത്തു സൂക്ഷിച്ച ഒരു അമലുണ്ട്. അതെന്താണ്? ഞാനൊരൊറ്റ മുഅ്മിനായ മനുഷ്യരെയും മോശമായിട്ട് ചിത്രീകരിക്കാറില്ല. ഒരാളോടും ഞാൻ അസൂയ വെക്കാറില്ല. ഇങ്ങനെ ഒരു നല്ല കർമ്മം ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗമുണ്ട് എന്ന സന്തോഷം എന്നെ അറിയിച്ചതാണ്. അതുകൊണ്ട് മുബശ്ശിറായ തങ്ങൾ സന്തോഷം അറിയിച്ച് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചത് ആരെയാണ്? അസൂയ വെക്കാത്ത സ്വഹാബി, ഒരു മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് മോശപ്പെട്ട് ചിത്രീകരിക്കാത്ത സ്വഹാബി. ഉമ്മമാരെ, ഉപ്പമാരെ, ഒരാൾക്കും ഒരാളോടും അസൂയ വേണ്ട. ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്ക് അനുജന്റെ ഭാര്യയോട് അസൂയ വേണ്ട. അനുജന്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ടിട്ട് ജ്യേഷ്ഠന്റെ ഭാര്യ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതെ, അനുജന്റെ ഭാര്യയ്ക്ക് കിട്ടിയ സ്വർണം കണ്ടിട്ട് ജ്യേഷ്ഠന്റെ ഭാര്യ ഒരിക്കലും അസൂയ വെക്കുന്നതിൽ അർത്ഥമില്ല. അതെ, എന്റെ കൂടെ പഠിച്ച ഒരുത്തിന് ഉയർന്ന ജോലിയുണ്ട്, ഞാൻ എന്റെ ഇപ്പോഴും ഇങ്ങനെ എന്ന് ആലോചിച്ച് അസൂയ വെക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഇവിടെ ഒരുത്തനെ ഉയർത്തുന്നതും ഒരുത്തനെ താഴ്ത്തുന്നതും ഒരുത്തന് സൗന്ദര്യം നൽകുന്നതും ഒരുത്തന് സമ്പത്ത് നൽകുന്നതും എല്ലാം നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. അല്ലാഹ് പറയുന്നു, ഞാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വിഹിതം വെച്ച് നൽകിയത്. നീ എവിടെ ജനിക്കണമെന്ന്, നിന്റെ നാമം എന്താകണമെന്ന്, നീ ആരുടെ മകനാകണമെന്ന്, നീ ഏത് അഡ്രസ്സിൽ അറിയപ്പെടണമെന്ന്, നീ ഏത് പോസ്റ്റിലെത്തണമെന്ന് അത് തീരുമാനിച്ചതാരാണ്? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. അതുകൊണ്ട് ഒരാളോടും അസൂയ വെക്കാത്ത കൽബുണ്ടായാൽ, ഒരാളെയും മോശമായി ചിത്രീകരിക്കാത്ത മനസ്സുണ്ടായാൽ സ്വർഗത്തിന്റെ അഹ്ലുകാരാകാമെന്ന് നമ്മെ കൂടെ പഠിപ്പിക്കുകയാണ് മുബശ്ശിറായ മുത്ത് റസൂലുള്ളാഹ്.